പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ആദ്യമേ തന്നെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാര്യപരിപാടികൾ ആരംഭിക്കുന്നത് ദേശീയ ഗാനത്തോടെയാണ്. ഉജ്ജല ജലധി തരംഗ തവ ശുഭനാമേ ഗാഹേ തവ ശുഭാശിഷ മാഹേ ഗാഹേ തവ ജയ ഗാഥ ജനഗണ മംഗളദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ആലപിച്ചത് ദേശഭക്തി സംഘമായതിനാലും അതൊരു ദേശീയ ആവശ്യത്തിനായതിനാലും ചില്ലറ അക്ഷരത്തെറ്റുകളെല്ലാം കണ്ടില്ലെന്ന് വെക്കാം. അല്ലെങ്കിലും സംസ്കൃതത്തിൽ എഴുതിയ ഗാനം മലയാളത്തിൽ ആലപിക്കുമ്പോൾ ഉത്കലം ചിലപ്പോൾ ഉൽക്കലമായേക്കും. സംസ്കൃതത്തിലെ തെറ്റ് മലയാളത്തിൽ ശരിയായിക്കൊള്ളും. പക്ഷെ പ്രശ്നമതല്ല. ദേശഭക്തി സംഘം അറ്റൻഷനായി നിന്ന് ഗാനം ആലപിക്കുമ്പോൾ അതിന് നടുവിൽ ചിലർ നിന്ന് ക്യാമറ കൊണ്ടിത് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ ആരും വിലക്കിയതായി കണ്ടില്ല. എങ്ങനെ വിലക്കാൻ? ഇത് നടത്തിയത് തന്നെ ക്യാമറയ്ക്ക് വേണ്ടിയാണല്ലോ. ഏതാണ് ഈ കമാലുദ്ദീൻ എന്നാണോ? അങ്ങനെ പറഞ്ഞാൽ കേരളത്തിൽ ആർക്കും മനസ്സിലാവില്ല. എന്നാൽ BJP-ക്കാർക്ക് മനസ്സിലാകും. കമലാണ് ആൾ. സിനിമാ സംവിധായകൻ കമൽ. കമലിന്റെ ജന്മദേശം മതിലകത്ത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ആ പ്രദേശത്ത് അധിവസിച്ചിരുന്ന കമല് ഇന്ന് നമുക്ക് അദ്ദേഹം താമസിക്കുന്നത് പതിറ്റാണ്ട് കാലങ്ങളായി ഭാരതീയ ജനതാ പാർട്ടി ഉറച്ച കോട്ടയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ വിജയിച്ചു വരുന്ന ഈ മതില് ഒരു കോടൽ പോലും ഏൽക്കാതെ അദ്ദേഹം ഇവിടെ ജീവിക്കുന്നുണ്ട്, അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നത് ഇവിടുത്തെ സംസ്കാരത്തിന്റെ സമ്പന്നത തെളിവാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രിയമുള്ള കമാലുദ്ദീനെ വരാൻ പോകുന്ന നാളുകളെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ദേശദ്രോഹ പ്രവർത്തനം നടത്തുന്ന, ഈ വിഘടനവാദ പ്രവർത്തനം നടത്തുന്ന ഈ ശക്തികളെ ശക്തമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പോലീസ് കണ്ണു തുറന്നുകൊണ്ട് ഈ മാവോയിസ്റ്റ് തീവ്രവാദ ഉറവിടം കണ്ടെത്തണമെന്നും ഈ ഫിലിം സൊസൈറ്റി കൊടുങ്ങല്ലൂരിലെ ഫിലിം സൊസൈറ്റി അടച്ചുപൂട്ടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. BJP-യുടെ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ലാലിന്റെ മുന്നറിയിപ്പ് കേട്ടല്ലോ. പ്രിയമുള്ള കമാലുദ്ദീനെ വരാൻ പോകുന്ന നാളുകളെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പാടി കേൾപ്പിക്കാം. നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറഞ്ഞാൽ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞു എന്നാണോ, അതോ ഫിലിം അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നാളുകൾ എണ്ണപ്പെട്ടു എന്നാണോ എന്ന് പൊളിമിക്സിന് മനസ്സിലായിട്ടില്ല. എന്ത് ശിക്ഷയും കൊടുക്കാൻ തക്ക തെളിവുകൾ ഉണ്ട് എന്നാണ് കമലിനെതിരെ അന്വേഷണം നടത്തിയവർ പറയുന്നത്.
വിഘടനവാദ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കമാലുദ്ദീന്റെ വീട്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കമാലുദ്ദീൻ എന്നാണ് കമലായത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് നാഗേഷ് ജിയാണ് ചോദിക്കുന്നത് കമാലുദ്ദീൻ എന്നാണ് കമലായത് എന്ന്. കമൽ അഥവാ താമര അത് ഭാജപയുടെ സ്വന്തമാണല്ലോ. ആ പേരിൽ വേണ്ട ഈ കളികൾ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ടി.എം. പ്രതാപൻ ഒഴിഞ്ഞ് ടി.എം. പ്രതാപന്റെ എല്ലാ ഏർപ്പാടിനും പിന്തുണച്ച് നടന്നിരുന്ന ആളുകൾ അന്ന് എല്ലാ ഉദാഹരണവും പറ്റി. ഞാൻ അതിന്റെ മറ്റേ ഭാഷയൊന്നും പറയുന്നില്ല. അന്ന് അത് പറ്റി ഇയാൾ പൊതുവെ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയും. ഇയാൾ നക്സലേറ്റും അല്ല, അതിന്റെ അപ്പുറത്തുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇയാൾ CPI-കാരനോ CPM-കാരനോ എന്തായാലും രണ്ട് പാർട്ടിയുടെ അവതാര്യം കൊണ്ടാണ് ഇന്ന് ഈ ചെയർമാൻ സ്ഥാനം കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കമൽ ഒരു അവിഭക്ത കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നും വേണമെങ്കിൽ പറയാം. അതിരിക്കട്ടെ, ദേശഭക്തിക്കാരെ പ്രകോപിപ്പിച്ചത് എന്ത് എന്നല്ലേ? സിനിമാ കൊട്ടകയിൽ ദേശീയഗാനം പാടണമെന്ന വിധിക്കെതിരെ കൊടുങ്ങല്ലൂരിലെ ഒരു ഫിലിം സൊസൈറ്റിക്കാർ അപ്പീലിന് പോയി. ദേശീയഗാനം ആലപിക്കുന്നതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ഇവിടുത്തെ ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡന്റാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായ അഭിഭാഷകനായിട്ടുള്ള അനൂപിന്റെ ഗുണഗണങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. രൂപേഷുമായിട്ടുള്ള ബന്ധം, മാവോവാദികളുമായിട്ടുള്ള ബന്ധം, തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധം, ഏതെങ്കിലും ഒരു ദേശീയവാദിയായിട്ട് ഈ സുഹൃത്തിന് ബന്ധമുണ്ടോ? അതിനു സുഹൃത്തെ, നാട്ടിലെ ദേശീയവാദികളുടെ പട്ടിക കയ്യിലുണ്ടെങ്കിലല്ലേ നമുക്കതിൽ നിന്ന് പറ്റിയ സുഹൃത്തുക്കളെ തെരഞ്ഞുപിടിച്ച് ബന്ധമുണ്ടാക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ലാത്തതിന് അനൂപ് എന്ത് പിഴച്ചു, കമൽ എന്ത് പിഴച്ചു? ഇതിന്റെ രക്ഷാധികാരിയാണ് കമല്. കമലിന് ഇതിന് ബന്ധമില്ലെങ്കിൽ ഇതിന്റെ വ്യക്തമായ നിലപാട് വ്യക്തമാക്കാൻ കമാലുദ്ദീൻ തയ്യാറാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. ഫിലിം സൊസൈറ്റിയുടെ രക്ഷാധികാരിയായി പോയി എന്നതാണ് പ്രഥമ ദൃഷ്ട്യാ കമലിനെതിരെ നിലനിൽക്കുന്ന കുറ്റം. ഏതായാലും ദേശഭക്തിക്കാർ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് കമലിന്റെ നിലപാടറിയാം. ഇടവേള കഴിഞ്ഞിട്ട് അതുവരെ കാക്കണം. അപ്പോൾ ദേശഭക്തി സംഘത്തിന്റെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് കമലിന്റെ നിലപാട് വ്യക്തമാക്കണം എന്നതാണല്ലോ. ഫിലിം അക്കാദമിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എനിക്കറിയാവുന്നൊരു കാര്യം, ഒരു ഫിലിം സൊസൈറ്റിയാണ് ഇത് മൂവ് ചെയ്തിരിക്കുന്നത്. ഫിലിം സൊസൈറ്റി ആവശ്യപ്പെട്ടത് ഒരേ പ്രേക്ഷകർ തന്നെ ഒരു ദിവസം 5 സിനിമ ഒരേ തിയേറ്ററിലിരുന്ന് കാണുന്നത് കൊണ്ട് അതേ പ്രേക്ഷകർക്ക് മുമ്പിൽ ഓരോ സിനിമയ്ക്ക് മുമ്പിലും ദേശീയഗാനം വെക്കേണ്ടതുണ്ടോ, അങ്ങനെ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് അവർ അപ്പീൽ കൊടുത്തത്. അപ്പോൾ അതിനെയാണ് ഇപ്പോൾ കോടതി തള്ളിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ വക്കീലൊരു മറുചോദ്യം ഉന്നയിച്ചത് വിദേശികളടക്കമുള്ള ഒരുപാട് പേരുണ്ട്, അത് അവർക്ക് അസൗകര്യമാവില്ല എന്നുള്ളൊരു ഇത് വന്നപ്പോൾ വിദേശികളാണെങ്കിൽ കൂടുതൽ തവണ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളൊരു പരാമർശമാണ് ജഡ്ജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതി വിധി അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് സ്ഥാപനം എന്നുള്ള രീതിയിൽ ചലച്ചിത്ര അക്കാദമിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, തിയേറ്ററുകളിൽ ദേശീയഗാനം വെക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോയ്ക്കും ദേശീയഗാനം ഉണ്ടായിരിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി പൂജനീയ ബാലൻജിയുടെ നിലപാട് അറിയാമല്ലോ. എവിടെ ആളുകൂടുന്നോ അവിടെ ദേശീയഗാനം ആലപിച്ചിരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ബാലന്റെ അഭിപ്രായം ഏറ്റവും നല്ല അഭിപ്രായം. പക്ഷേ ഇത് കമാലുദ്ദീനെയും പഠിപ്പിച്ചാൽ നല്ലതാണ്. ഇത് കമാലുദ്ദീനെയും പഠിപ്പിച്ചാൽ നല്ലതാണ്. കേരള സർക്കാർ, സാംസ്കാരിക വകുപ്പ് ഒക്കെ കൂടി നടത്തുന്ന പരിപാടിയാണ്. ആ പരിപാടി കൃത്യമായി നടപ്പാക്കേണ്ട പദ്ധതി ബാധ്യത സർക്കാരിനുണ്ട്. അപ്പൊ അതിന്റെ ചെയർമാൻ തന്നെ വിലങ്ങതടിയായി നിൽക്കുന്നത് എന്താ? അതുകൊണ്ട് കമാലുദ്ദീന്റെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. ഇക്കാര്യത്തിൽ കമാലുദ്ദീന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണല്ലോ. എന്നിട്ടും ദേശഭക്തർ മുറുമുറുക്കുന്നുണ്ടെങ്കിൽ അതിന് വേറെയായിരിക്കും കാരണം. നോട്ട് വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ച സമയത്ത് ഈ കമാലുദ്ദീന് ചൊറിച്ചിലുണ്ടായി. നോട്ട് വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ച സമയത്ത് കമാലുദ്ദീന് ചൊറിച്ചിലുണ്ടായി. സുരേഷ് ഗോപി ഭാരതീയ ജനതാ പാർട്ടി അക്കൗണ്ടിൽ MP
പിയായപ്പോഴും തുരത്തിലുണ്ടായി. എന്താ കാരണം? ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ്. അല്ലാതെ ഇദ്ദേഹം സർവസ്വതന്ത്രനായി എല്ലാവർക്കും അതീതനായിട്ട് നടക്കുന്ന വ്യക്തിയല്ല. വ്യക്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പണിയും കമാലുദ്ദീന്റെ കയ്യിലുണ്ട് എന്ന് ഭാരതീയ ജനതാ പാർട്ടി വ്യക്തമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ അതൊക്കെയാണ് കാരണങ്ങൾ. നോട്ട് നിരോധിച്ചതിനെ മോഹൻലാൽ പുകഴ്ത്തിയപ്പോൾ കമൽ എതിരഭിപ്രായം പറഞ്ഞു. നടൻ സുരേഷ് ഗോപി BJPയുടെ അക്കൗണ്ടിൽ രാജ്യസഭാ മെമ്പറായപ്പോൾ കമൽ എതിരഭിപ്രായം പറഞ്ഞു. എല്ലാത്തിനുമുപരി കമലിന്റെ പേര് കമാലുദ്ദീൻ എന്നാണ്. എന്നാൽ പിന്നെ വെറുതെ വിടരുത്. ഇന്നലെ വരെ നടന്നിട്ടുള്ള പോരാട്ടങ്ങളല്ല. ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനാണ് നേതൃത്വം നൽകാൻ പോകുന്നത്. അല്ലെങ്കിൽ കമാലുദ്ദീൻ മാപ്പ് പറയാൻ തയ്യാറാകണം. കമാലുദ്ദീൻ മാപ്പ് പറയാൻ തയ്യാറാകണം. മാപ്പ് പറയുന്നത് എന്തിനാണ് എന്നോ അതാണ് മനസ്സിലാക്കേണ്ടത്. കമൽ മാത്രമല്ല, ഇതേപോലെ നിലപാടുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ടതാണത്. അതുകൊണ്ട് കമൽ ഈ നാടിനോട് കൂറുണ്ടെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാകണം. നാടിനോട് കൂറുണ്ടെങ്കിൽ എന്തൊക്കെ വിഷയത്തിൽ ഏതൊക്കെ നിലപാടെടുക്കണമെന്ന് ആദ്യമേ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ മാപ്പ് പറയേണ്ടി വരും. ഇന്നലെ TV ചർച്ചയിലൊക്കെ ഞാൻ കണ്ടപ്പോ ഇവിടെ കേസ് കൊടുത്തത് കുറെ ആളുകൾ, മാവോവാദികള് അവിടെ കൊല ചെയ്യപ്പെട്ട് ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് എന്ന് വന്നപ്പോ അതിനെ സഹായിക്കുന്ന ഒരാളുകള്, ചുംബന സമരത്തിന് നേതൃത്വം കൊടുത്തതും അവരെ സഹായിക്കുന്നതും ഒരേ വിഭാഗക്കാര്. ഏതൊക്കെ മേഖല പരിശോധിച്ചു നോക്കിയാൽ ഇത്തരത്തിലുള്ള സംഘങ്ങളെ മുഴുവൻ സഹായിക്കുന്ന മേഖലയായി നമ്മുടെ മേഖല മാറുന്നുണ്ടോ എന്ന് സംശയം. അത് ശരിയാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങളിലെല്ലാം വേറെ ഒരു നിലപാടുള്ളവരെ പൊളിമിക്സിനറിയാം. അവർ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരാണ്. ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ചെയർമാൻ കമലിൻ ഐക്യദാർഢ്യം 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 ചെയർമാൻ കമലിൻ ഐക്യദാർഢ്യം അക്രമികളെ ഒറ്റപ്പെടുത്തുക ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ചെയർമാൻ കമലിൻ ഐക്യദാർഢ്യം 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 ചെയർമാൻ കമലിൻ ഐക്യദാർഢ്യം അക്രമികളെ ഒറ്റപ്പെടുത്തുക ഐക്യദാർഢ്യം ഐക്യദാർഢ്യം ചെയർമാൻ കമലിൻ ഐക്യദാർഢ്യം. ഇവരുടെ മുദ്രാവാക്യം കേട്ടാൽ അറിയാമല്ലോ ഇവരൊക്കെ 21 കാരറ്റ് മാവോയിസ്റ്റുകളാണ് എന്ന്. വിളിച്ചത് കേട്ടോ, ചെയർമാൻ കമൽ. എത്രേ ചെയർമാൻ കമൽ. പണ്ട് നക്സലൈറ്റുകൾ മാവോവിനെ വിളിച്ചിരുന്നത് ചെയർമാൻ മാവോ എന്നാണ്. ചൈനയുടെ ചെയർമാൻ നമ്മുടെ ചെയർമാൻ എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. ചെയർമാൻ മാവോവിനു ശേഷം പിന്നെ ഒരു ചെയർമാൻ വരുന്നത് കമലാണ്. എൻ്റെ ഒരു അത്ഭുതം, ഇവർ ദേശീയ ഗാനം ആലപിച്ച് എൻ്റെ വീടിന് മുമ്പിൽ നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ദേശീയ ഗാനം എന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമാണോ? അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഉപയോഗിക്കാനുള്ളതാണത്. പ്രതിഷേധിക്കാൻ വേണ്ടി ദേശീയ ഗാനം പാടുമെന്ന് പറയുമ്പോൾ ആരാണ് ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് തോന്നുമ്പോൾ റോട്ടിലും വഴിയിലൊക്കെ നിന്ന് പാടാവുന്ന സാധനമാണ് ദേശീയ ഗാനം. അപ്പോൾ അത് സർക്കാരും സുപ്രീം കോടതിയും പരിശോധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളമായ സ്ഥിതിക്ക് ജനാബ് കമാലുദ്ദീൻ സാഹിബിന് ഇനി കരണീയമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ: നേരെ പോയി മുസ്ലിം ലീഗിൽ അങ്ങ് ചേരുക. ആ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. നാഷണൽ ആന്തത്തോട് ഒട്ടും ഒരു ബഹുമാനക്കുറവ് എവിടെ നിങ്ങൾ തിയേറ്ററിൽ എവിടെയായിരുന്നു ചെയ്യാൻ പാടില്ല. അതങ്ങനെയല്ല, അതിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. ഞങ്ങളെന്നും തിയേറ്ററിൽ ആവശ്യമില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. ദേശീയ ഗാനം എവിടെ നിങ്ങൾ ദേശീയ ഗാനം ചെല്ലുകയാണെങ്കിലും അതിനോട് റെസ്പെക്റ്റ് കാണിക്കണമെന്ന്. എന്താ കാര്യം? വളരെ കൃത്യമായി, അതായത് ദേശീയ ഗാനം തിയേറ്ററുകളിൽ കേൾപ്പിച്ച് ഇങ്ങനെ എഴുതിപ്പിക്കുന്ന നിലപാടുണ്ടോ? അങ്ങനല്ല, അത് ഞങ്ങൾ വി ഹാവ് നോട്ട് ഡിസ്കസ് ദാറ്റ്. ഞങ്ങൾ ഒരു കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നാലും ഞങ്ങൾ മറുപടി ഒന്നാണ്. നിങ്ങളുടെ ചോദ്യത്തിൽ അങ്ങനെയല്ല അതല്ല, ചോദ്യത്തിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക്, മറുപടിക്കുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണം. അല്ല, അങ്ങനെയല്ല, അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, വൈഷുഡ് അല്ല, അങ്ങനെയല്ല, നിങ്ങൾക്ക് അങ്ങനെ. ഏതായാലും രാജ്യത്തെ ഏറ്റവും വലിയ നീതിയുടെ ആണല്ലോ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞത്.
ദേശീയഗാനം ആരെങ്കിലും അല്ല ഒരു മിനിറ്റ് ദേശീയഗാനം ആരെങ്കിലും വേണം എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. പിന്നെ എന്ത് അല്ലല്ല പിന്നെ അത് എൻ്റെ ആൻസർ വളരെ കൃത്യമാണ്. ഇനി അത് അല്ല വളരെ കൃത്യമാണ്. സുപ്രീം കോടതി പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ തിയേറ്ററിലെങ്ങാനും ദേശീയ ഗാനം പാടി ഒരു മിനിറ്റ് പറയട്ടെ തിയേറ്ററിലെങ്ങാനും ദേശീയ ഗാനം പാടി അപ്പൊ ഞങ്ങൾ എണീറ്റ് നിൽക്കും, അറ്റൻഷൻ ആവും. ഒരു സുപ്രീം കോടതി പോകുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി പറയാണ് ലീഗിന്റെ മീറ്റിംഗ് ഞങ്ങളിത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അല്ല ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഡിസ്കസ് ചെയ്യാത്തൊരു മാറ്റർ അങ്ങനല്ല. നിങ്ങളെ വളരെ നല്ല ആളുകളാണ്. നിങ്ങളുടെ ചോദ്യത്തിന്റെ മണി മനസ്സിലായി. അപ്പൊ ഞങ്ങളുടെ മറുപടി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. പിന്നെ അത് മനസ്സിലാക്കിയാൽ പിന്നെ ഓക്കെ താങ്ക് യു. നാടിനോടുള്ള കൂറ് തെളിയിക്കാൻ ഒന്നുകിൽ ഭാരതീയ ജനതാ പാർട്ടിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലോ ചേർന്നാൽ മതി എന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഒരു ഇടവേളയാണ്. അത് കഴിഞ്ഞു വന്നാൽ വേറൊരു നിലപാടുണ്ട്. ദേശഭക്തി സംഘക്കാർ സിനിമാ കൊട്ടകകളിൽ ദേശീയത നടപ്പാക്കുന്നതിനിടയിൽ രാജ്യത്തെ കറൻസി നോട്ടുകൾ കാണാതായി. അത് വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ചിലർ ദില്ലിയിൽ പോയി സമരം നടത്തുകയാണ്. UDF പ്രഖ്യാപിച്ചത് MLA-മാരുടെയും സംസ്ഥാന നേതാക്കളുടെയും ധർണയാണ്. പിന്നെ ഒരു DCC പ്രസിഡന്റ് വന്നിരിക്കുന്നത് അത് ബിന്ദു കൃഷ്ണയാണ്. അവർ നാളെ MLA-യും സംസ്ഥാന നേതാവും ആവാനുള്ളതാണല്ലോ. ഇരിക്കട്ടെ. മാസം വന്നു കഴിഞ്ഞിട്ടും ദുരിതവും കഷ്ടപ്പാടുകളും തീരുന്നില്ല കാണുന്നില്ലേ മിസ്റ്റർ മോഡി, മിസ്റ്റർ മോഡി, കാണുന്നില്ലേ BJP, ആളെ കൊല്ലും പരിഷ്കാരം, തലതിരിഞ്ഞൊരു പരിഷ്കാരം നടപ്പിലാക്കിയൊരു നരേന്ദ്രമോദി, നിങ്ങൾക്കെതിരെ ഉയരുന്നു കേരള നാടിൻ പ്രതിഷേധം, തൊഴിലാളിയുടെ പ്രതിഷേധം, പാവപ്പെട്ടവന്റെ പ്രതിഷേധം, തൊഴിലാളികൾ നട്ടം തിരിയും. ഇത് കേട്ടാൽ നരേന്ദ്രമോദി മാത്രമല്ല ദില്ലിയിലുള്ളവർ മൊത്തത്തിൽ നട്ടം തിരിയും. എന്താണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് അവർക്ക് മനസ്സിലാവില്ലല്ലോ. ഏതായാലും നേതാജി പറയുമായിരിക്കും അവർക്ക് മനസ്സിലാവുന്ന ഭാഷ. ഓരോ ദിവസം കഴിയുന്തോറും സ്ഥിതികൾ മെച്ചപ്പെടുന്നതിന് പകരം രാജ്യം ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുന്ന അന്തരീക്ഷം വളർന്നു വരികയാണ്. ആദ്യം പറഞ്ഞു 1-2 ആഴ്ച കഴിയുമ്പോൾ കുറെ മെച്ചപ്പെടും, ഡിസംബർ അവസാനത്തോടെ പൂർണ്ണമായി ശാന്തിയാകുന്നതാണ്. ഡിസംബർ പകുതിയായപ്പോൾ ഒരു കാര്യം വ്യക്തമായി, നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ ഫലമായി ഇന്ത്യ രാജ്യം, കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ തന്നെ ഇതുവരെ ഇന്ത്യ കാണാത്ത, ഇന്ത്യക്കാർ നേരിടേണ്ടി വരാത്ത ഏറ്റവും വലിയ ഒരു ദേശീയ ദുരന്തത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. വെറുതെയല്ല പ്രധാനമന്ത്രി 50 ദിവസത്തെ സമയം ചോദിച്ചത്. സംഗതി സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാൻ AK ആന്റണിക്ക് പോലും 30 ദിവസം എടുത്തില്ലേ? ആ പ്രഖ്യാപനം കേട്ടപ്പോൾ ആദ്യം ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു. കുറെ പേർ അതിനെ സ്വാഗതം ചെയ്തു, കുറെ പേർ അന്ന് തന്നെ അത് എതിർത്തു. പക്ഷെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതോറും സ്വാഗതം ചെയ്തവർക്കും ഇത് അപകടമാണെന്ന് മനസ്സിലായി, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക്. AK-യും പ്രസംഗിക്കുന്നത് മലയാളികളോടാണ് എന്ന് മനസ്സിലായി.
ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. ഇന്ത്യ നടത്തുന്ന, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ നടത്തുന്ന ഈ ധർമ്മസമരത്തിൽ നമ്മുടെ പങ്ക് നിർവഹിക്കാൻ അണ്ണാരക്കണ്ണനും തന്നാലായത് നമ്മളൊരു കൊച്ചു സ്റ്റേറ്റാണ്. നമ്മൾ എത്രമാത്രം സഫർ ചെയ്യുന്നു. ഒരു ദിവസം ഒരു രാവിലെ ഒരാൾക്ക് തോന്നിയ ഒരു തുഗ്ലക് പരിഷ്കാരം, തനിക്ക് തോന്നിയ ഒരു വിളിയാളം, ആ വിളിയാളത്തിന് രാജ്യം കൊടുക്കുന്ന വമ്പിച്ച വില എത്രയാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ഉറുദുവിലെങ്കിലും കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചു പോയി. സേട്ടു സാഹിബും ബനാത്വാല സാഹിബും നയിച്ച പാർട്ടിയിൽ ഇപ്പോൾ കോയി നഹി ഉറുദുവാല. ജ്വാല ജ്വാല തീ ജ്വാല, ജ്വാല തീ ജ്വാല, പ്രതിഷേധത്തിൻ തീ ജ്വാല, പ്രതിഷേധത്തിൻ ജ്വാല. രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. പണവുമില്ല പണിയുമില്ല, അരിയുമില്ല സർക്കാരെ, പണവുമില്ല പണിയുമില്ല, അരിയുമില്ല സർക്കാരെ, മറുപടി പറയൂ തുഗ്ലക് മോഡി. This is a monumental disaster. This has hurt every single person in India. It has hurt every single state in India. And we are standing here all in protest. Just before I came here, all the opposition parties representatives stood in parliament and we spoke to the press. Narendra Modi ji personally is not allowing us to speak in the Lok Sabha. He is terrified of us putting our views on demonetization and on him in the Lok Sabha. ആരുണ്ടായിട്ടെന്താ? ഭാഷ ഏതാണെങ്കിലും ഉള്ളതുപോലെ പറയാൻ ഈ രാജ്യത്ത് ഈ ഒരൊറ്റ ആളെയുള്ളൂ. ആദരണീയനായ നമ്മുടെ രാഷ്ട്രപതി പറയാ, രാഷ്ട്രപതിയെ വിമർശിക്കാറില്ല. ഞാൻ ഏതായാലും വിമർശിക്കാതിരിക്കുന്നത് എങ്ങനെ? അദ്ദേഹം മോഡിയെ വിളിച്ച് നിങ്ങൾ ചെയ്തത് ശരിയല്ലെന്ന് പറയണ്ടേ? പറയാനുള്ള അധികാരമുണ്ടല്ലോ, പറയണമല്ലോ. ഭരണഘടനാപരമായ പ്രശ്നമല്ല, എനിക്കറിയാം, അതിന്റെ പരിമിതി അറിയാം. പക്ഷെ ഒരു കാര്യം, എം പിമാർ നിങ്ങളുടെ ജോലി ദൈവത്തോർത്തി എന്ന് പറഞ്ഞ് മോഡിയെ സഹായിക്കാൻ പുള്ളിയുണ്ട്. അപ്പൊ പിന്നെ പുള്ളിയെ വിമർശിക്കുകയല്ലാതെ വേണ്ട എന്ത് ചെയ്യണം? പറ. വലിയ നേതാക്കന്മാരുണ്ട്, ആരും മിണ്ടുന്നില്ല. ഞാൻ ഏതായാലും ഈ ഉള്ളവൻ 2-3 ദിവസമായിട്ട് ഒരു ഇതേപ്പറ്റി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്ത് വന്നാലും വിമർശിക്കാതിരിക്കാൻ വയ്യ. അതിനാൽ തന്നെ മണിയാശാനെ പിന്തുണക്കാതിരിക്കാനും വയ്യ. ആ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പിൻവാങ്ങുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.